നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ നമ്മുടെ അല്ലമീൻ നിൽപ്പുണ്ട്. അല്ലമീൻ രാവിലെ തന്നെ കന്യാകുമാരിയിലെത്തി തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. കന്യാകുമാരിയിലാണ് ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലമീൻ നിൽക്കുന്ന ഈ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ 45 മണിക്കൂർ ധ്യാനം ഇരിക്കാനായിട്ടെത്തും. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. എന്താണ് കന്യാകുമാരിയിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പൊതുവെ? ഗുഡ് മോർണിംഗ് കുമാർ. ഗുഡ് മോർണിംഗ്. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇനി എങ്ങനെ ആയിരിക്കുമോ നമ്മൾ വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ബോർഡറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തിരുവനന്തപുരം ബോർഡറിലൊക്കെ നല്ല മഴയായിരുന്നു. കന്യാകുമാരിയിൽ കയറുമ്പോൾ മഴ മാറി. പക്ഷേ കന്യാകുമാരി എത്താനാകുമ്പോഴത്തേനും നേരെ ചാറ്റൽ വന്ന് പിന്നെ അങ്ങ് പോവുകയും ചെയ്തു. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. ഇനി അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമായി വലിയൊരു മഴയിലേക്കും മറ്റും പോയി കഴിഞ്ഞാൽ മോദിയുടെ വരവ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമാണ്. കാരണം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹത്തിന് കന്യാകുമാരിയിലേക്ക് വരേണ്ടത്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായ ആ യാത്രയ്ക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്, എല്ലാം സെറ്റാണ്. സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഇവിടെ കന്യാകുമാരിയിൽ എത്തിയോ? സൂര്യോദയം കാണാൻ സാധിച്ചോ? അതോ ക്ലൗഡി ആയിരുന്നോ ഇന്നും കന്യാകുമാരി? ക്ലൗഡി ആയിരുന്നു. ഞാൻ വന്നപ്പോഴും പറയുമായിരുന്നു, കന്യാകുമാരിയിൽ പലപ്പോഴും വന്നെങ്കിലും ഈ ഉദയവും സൂര്യാസ്തമയൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ രാവിലെ വന്ന് നമ്മൾ ഈ ഹോട്ടലും മുറികളും അതുപോലെ നമുക്ക് ഈ സീ വ്യൂ കിട്ടുന്ന രീതിയിൽ, കാരണം നല്ല നിയന്ത്രണമുണ്ട്, പോലീസൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോദിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്ന രീതിയിൽ ഈ സീ വ്യൂ കിട്ടുന്ന രീതിയിൽ ഹോട്ടലുകളൊക്കെ അങ്ങനെ പരിശോധിച്ച് നടന്ന് ചില ഹോട്ടലുകളുടെ മുകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് ആ വ്യൂ കറക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞൊക്കെ മേഘാവൃതമായതുകൊണ്ട് തന്നെ അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്തായാലും 2 ദിവസം കൂടെ ഉണ്ട്, ഇതിനിടയ്ക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പോൾ ഗംഭീരമാവട്ടെ. കന്യാകുമാരിയിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് എത്തിക്കുക. പലപ്പോഴും നമ്മൾ കന്യാകുമാരി പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ സൂര്യോദയം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഒരു കാർമേഘം വരും, അല്ലെങ്കിൽ ഒരു മൂടൽ മഞ്ഞോ, അല്ലെങ്കിൽ ഒരു മഴയുടെ സാഹചര്യമോ ഒക്കെ ഉണ്ടാവും. ഇന്നും ക്ലൗഡിയാണ്, മേഘാവൃതമാണ് കന്യാകുമാരി. പക്ഷേ വളരെ സന്തോഷത്തിലായിരിക്കും നരേന്ദ്രമോദി എത്തുക എന്നതാണ് NDA ക്യാമ്പ് പറയുന്നത്. അവർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. ജൂൺ 9-ാം തീയതി എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്ത. എന്തായാലും നരേന്ദ്രമോദി എപ്പോഴാണ് എത്തുക? 45 മണിക്കൂർ ധ്യാനം ഇരിക്കുമെന്ന് പറയുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു കന്യാകുമാരിയിൽ. അരുൺകുമാർ, വൈകുന്നേരം 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങും. ശേഷം 3:55 അവിടെ നിന്ന് MI-17 എന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് വരിക. 4:30 കന്യാകുമാരിയിൽ എത്തുകയും ചെയ്യും. കന്യാകുമാരി ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഹെലിപാഡിൽ ഇറങ്ങിയതിന് ശേഷം നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. അവിടെ നിന്ന് വിശ്രമിച്ച് മറ്റു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കന്യാകുമാരിയിലെ ക്ഷേത്ര ദർശനം നിശ്ചയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിവേകാനന്ദ പ്രതിമയും വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും ഒക്കെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ കന്യാകുമാരി ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയും ബോട്ട് വഴി ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകും. സ്വാമി വിവേകാനന്ദൻ ധ്യാനനിമഗ്നനായിട്ടുള്ള ആ പാറയിലാണ്, വിവേകാനന്ദ പാറയിലാണ്, ആ ധ്യാന കേന്ദ്രത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധ്യാനമിരിക്കാനായി എത്തുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിനും ഇന്നും നാളെയുമൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലഭിക്കുന്ന വിവരം ജൂൺ 1-ാം തീയതി വൈകുന്നേരം വരെ പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനനിമഗ്നനായി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാനായി എത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേദാർനാഥിലെ മലമുകളിലായിരുന്നു അദ്ദേഹം ധ്യാനനിമഗ്നനായിരുന്നതെങ്കിൽ ഇത്തവണ അദ്ദേഹം കടലിലേക്ക് വരികയാണ്. ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒക്കെ ചേരുന്ന സംഗമ സ്ഥാനം കൂടിയാണ് ഈ കന്യാകുമാരി. കടലിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വിവേകാനന്ദ പാറയും അവിടുത്തെ ധ്യാന കേന്ദ്രവും ഒക്കെ ഉള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കടലിലും തീരത്തും ഒരുപോലെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലുള്ള 2000 പോലീസുകാരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഡൽഹിയിൽ നിന്നുള്ള SPG കമാൻഡോസുമുണ്ട്. ഒപ്പം കടലിലും കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഒക്കെ വലിയ സുരക്ഷ കടലിലും ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കന്യാകുമാരി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ അവസാന ഘട്ടങ്ങളിലാണ് മോദി ഈ ധ്യാനത്തിന് നല്ല സമയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ സാഹചര്യത്തിലായിരുന്നു. ഇപ്പോഴും ഈ അവസാനഘട്ട പ്രചരണത്തിൻ്റെ കലാശക്കൊട്ടോ അല്ലെങ്കിൽ പരസ്യ പ്രചരണമൊക്കെ അവസാനിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഉൾപ്പെടെ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസവും അദ്ദേഹം ഇവിടെ ധ്യാനനിമഗ്നനായിരിക്കും. ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു നിശബ്ദ പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് മാത്രമല്ല, പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ
ആളുകളെ സ്വാധീനിക്കാൻ മോദി നടത്തുന്ന രാഷ്ട്രീയ തന്ത്രമായിട്ട് കോൺഗ്രസ് അതിനെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഈ ധ്യാനമിരിക്കാൻ അദ്ദേഹം വരുന്നത്. കന്യാകുമാരിയിലെ DMKയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് വിലക്കണമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ധ്യാനം ഇരിക്കണമെന്ന് നിർബന്ധമാണ് എങ്കിൽ ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജൂൺ 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം അദ്ദേഹം ധ്യാനം ഇരിക്കട്ടെ. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും കോൺഗ്രസും DMKയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതും പരാതിയായി നൽകിയിരിക്കുന്നതും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേദാർനാഥിൽ ഈ വിധത്തിൽ മോദി ധ്യാനമിരിക്കാൻ പോയപ്പോഴും സമാനമായിട്ടുള്ള പരാതിയും ആവശ്യവും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലും പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സമോ മുടക്കമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. അങ്ങനെ ധ്യാനത്തിനൊരു തടസ്സം ഏർപ്പെടുത്തിയില്ല, വിലക്ക് ഏർപ്പെടുത്തിയില്ല എങ്കിൽ ആ ധ്യാനം അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്നത് മാധ്യമങ്ങളെ തടയണമെന്നൊരു ആവശ്യം കൂടി ഈ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അതൊരു രാഷ്ട്രീയ വിവാദമായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചരണവും അവസാനഘട്ട തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്ന സമയത്ത് അതും വലിയ വിമർശനമായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണത്തിലും സുരക്ഷാ വലയത്തിലുമാണ് കന്യാകുമാരിയും പരിസരവും ഒക്കെ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ഇക്കാണുന്ന എനിക്കിപ്പോൾ ഇതിൽ കാണുന്ന വിവേകാനന്ദ പാറയിലാണ് വൈകുന്നേരത്തോടു കൂടി 2 ദിവസങ്ങളിലായി 45 മണിക്കൂറിലേറെ നേരം വിവേകാനന്ദ പാറയിലേക്ക് നരേന്ദ്രമോദി പോകും. വിവേകാനന്ദ പാറയിലെത്തിയാൽ ഇന്ന് രാത്രിയും നാളത്തെ പകലും നാളത്തെ രാത്രിയും മറ്റന്നാളത്തെ പകൽ അവസാനവും കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കും നരേന്ദ്രമോദി മടങ്ങാൻ സാധ്യതയുള്ളതല്ലേ? അങ്ങനെയാണ് നിലവിലെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുള്ളതായി അറിയില്ല. ഡൽഹിയിൽ നിന്നാണ് ഷെഡ്യൂൾ വരേണ്ടത്. തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അവിടുത്തെ ഉദ്യോഗസ്ഥർ അയച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു. അതിൽ വലിയ വിമർശനങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് അയച്ച പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളും ആ പരിപാടിയുമൊക്കെ പുറത്തായതിലും ചെറിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നു. 3:55 അവിടെ നിന്ന് MI-17 എന്ന ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കുന്നു. 4:35 കന്യാകുമാരിയിലെത്തുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. ശേഷം കന്യാകുമാരി ക്ഷേത്ര ദർശനം. അത് കഴിഞ്ഞൊരു പ്രത്യേക ബോട്ടിൽ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ പ്രത്യേക ബോട്ടിൽ കയറി നമുക്ക് കാണാം. ആ ബോട്ട് ജെട്ടിയും അവിടേക്ക് പോലീസുകാരിരിക്കുന്നതൊക്കെ കാണാം. ആ ബോട്ട് ജെട്ടിയിൽ വന്നിട്ടാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. 1-ാം തീയതി 3:30 ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് മടങ്ങും എന്ന നിലയിലാണ് നിലവിൽ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വന്നതായുള്ള അറിവ് ഏതെങ്കിലും നിലവിൽ വന്നിട്ടില്ല. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു വല്ലഭീൻ. എന്തായാലും തുടരുക. കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വാർത്തകളും വിവരങ്ങളും കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിച്ചേരുക. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പിന്നീട് വിവേകാനന്ദ പാറയിലേക്ക് നരേന്ദ്രമോദി ധ്യാനമിരിക്കാനായി പോകും. 45 മണിക്കൂർ സമയത്തെ ധ്യാനമാണിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 1-ാം തീയതി ഉച്ചയ്ക്ക് 1:30 വരെ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാവും. കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് ചാനലുകളെ വിലക്കണമെന്നതാണ് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുവരെയും അത്തരത്തിലുള്ള അറിയിപ്പുകൾ എത്തിയിട്ടില്ല.